നമശിവായ. ഏവർക്കും നമ്മുടെ വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ എസ് ദേവാനന്ദു. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോണ വിഷയം ജൂലൈ മാസം ഓരോ കൂറുകാർക്കും, നക്ഷത്ര കൂറുകാർക്ക് അല്ലെങ്കിൽ മേടം മുതൽ മീനം വരെയുള്ള കൂറുകാർക്ക് എങ്ങനെയൊക്കെയുണ്ട് ഫലം, ജൂലൈ മാസം നല്ലതാണോ മോശമാണോ ചീത്തയാണോ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം മേടം, ഇടവം, മിഥുനം, കർക്കിടം, ചിങ്ങം, കന്നി ഈ 6 കൂറിന്റെയും ഫലം നമ്മൾ നേരത്തെ തന്നെ ഇട്ടിരുന്നു. കാണാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഇട്ടേക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ തുലാം നക്ഷത്രത്തെ കുറിച്ച് തന്നെ ചർച്ച ചെയ്ത് ബാക്കി കൂറിലേക്ക് പോകാം. തുലാം കൂറുകാരെ കുറിച്ച് ചർച്ച ചെയ്ത് ബാക്കി കൂറിലേക്ക് പോകാൻ നമുക്ക് കിടക്കാം. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മള് എല്ലാ കാര്യവും ഇപ്പം പല നെഗറ്റീവ് പറയല്ലേ എന്നൊക്കെ പറയും. നെഗറ്റീവ് പറയാതിരുന്നുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ജസ്റ്റ് ജ്യോതിഷപരമായിട്ടല്ല, അല്ലാതെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മളെ കണ്ണ് ഇപ്പൊ ഒരു കൊക്കയുടെ മുമ്പിൽ നമുക്ക് കണ്ണ് ദൂരത്ത് കാണത്തില്ല, കൊക്കയൊന്നും കാണത്തില്ല. നമ്മൾ അതിന്റെ അപ്പുറത്തെ നമ്മളുടെ ഒരു സുഹൃത്ത് നമ്മുടെ കണ്ണൊക്കെ കെട്ടി പറഞ്ഞു, നീ നേരെ പൊക്കോടാ, നേരെ കുഴപ്പമൊന്നുമില്ല, നീ നേരെ പൊക്കോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? നമ്മൾ നേരെയാണല്ലോ, നമ്മുടെ സുഹൃത്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആളാണല്ലോ പറഞ്ഞതെന്ന് ഓർത്ത് നമ്മൾ നേരെ മുന്നോട്ട് തന്നെ പോകും അല്ലെ. നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴോ കുറച്ച് കഴിയുമ്പോ കൊക്ക എത്ര സമയം നമ്മളത് ചാടി വീഴും അല്ലെ. അതുപോലെ തന്നെ ജ്യോതിഷ ശാസ്ത്രത്തിലായപ്പോൾ നാം ഒക്കെ എങ്ങനെയുണ്ട്, ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ മാസവും എങ്ങനെയുണ്ട് എന്ന് നാം അറിഞ്ഞാല്, ഓരോ വർഷവും എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞ ശേഷം നമ്മൾ അനുസരിച്ച് പ്രവൃത്തി അയക്കുകയാണെങ്കിൽ നമുക്ക് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാം അല്ലെ. ആ സുഹൃത്ത് പറയുകയാണെങ്കിൽ, എടാ മുമ്പിൽ കൊക്കയുണ്ട്, നീ സൂക്ഷിച്ചു പോകണം, ഒരു ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ നിന്നോ, അല്ലെങ്കിൽ ഇത്ര കാലടി വെച്ച് കഴിയുമ്പോൾ നിന്ന് നിർത്തിക്കുക, അല്ലെങ്കിൽ കൊക്കയെ ചാടും എന്ന് പറഞ്ഞ് നമുക്കൊരു ശ്രദ്ധയുണ്ടോ, അല്ലെങ്കിൽ നമുക്കൊരു പേടിയെങ്കിലും ഉണ്ടാകും, നമുക്ക് മുമ്പിൽ കൊക്കയുണ്ട്, നമ്മൾ സൂക്ഷിച്ചു പോകണം എന്ന് പോലെ നമ്മുടെ ശ്രദ്ധയോടെ പോകും അല്ലേ. ശ്രദ്ധയോടെ വേണമെങ്കിൽ ഏകദേശം ഉപയോഗമാണ് നമ്മൾ അതിന് മുമ്പ് നിർത്തി, അല്ലെങ്കിൽ അത് മറികടക്കാൻ എന്തെങ്കിലും, അല്ലെങ്കിൽ അത് മറികടക്കാൻ അല്ലെങ്കിൽ അത് നമുക്ക് അതിനെ നമ്മുടെ ജീവൻ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയും അല്ലെ. അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ ആണ്, റോഡിലുള്ള ഇൻഡിക്കേഷൻ പോലെയാണ് ഇതൊക്കെ. ആ ജ്യോതിഷ ശാസ്ത്രമല്ല, നമ്മളുടെ നടക്കാൻ പോകുന്ന ദോഷവശവും അതുപോലെ ഗുണവശവും എല്ലാം അറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുകയെങ്കിൽ നമുക്ക് ജീവിതത്തിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ വിജയിക്കാൻ കഴിയും അല്ലെ. അപ്പൊ നമുക്ക് ഒത്തിരി സമയം നീട്ടാൻ നിങ്ങൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പം മേഷാശി പ്രഥമാനവരശരണം ചക്രസിതോ രാശിയോ എന്നാണല്ലോ പറയുന്നത്. മേടം മുതൽ മീനം വരെയുള്ള രാശി, അതിൽ മേടത്തിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് അല്ലെ. അതുകൊണ്ട് ഒരു കൂറിൽ അടങ്ങിയിരിക്കുന്ന നക്ഷത്രപാദം എത്രയാ? 9 നക്ഷത്രപാദം അടങ്ങിയിരിക്കുകയാണ് ഒരു കൂറല്ലേ. അപ്പൊ ഇത്ര ഒരാൾക്ക് വരുമ്പം എന്തായാലും അതിൽ മാസത്തിൽ ഫലവ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആ ഫലവ്യത്യാസം മാറ്റിയിട്ട് തന്റെ ഒരു വ്യക്തിയുടെ മാത്രം ഒരു കാര്യം അറിയണേ എന്ത് ചെയ്യണം? നമ്മളൊരു ദേവന്റെ അടുത്ത് ചെന്ന ശേഷം നമ്മളുടെ നമുക്ക് മാസം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമ്മുടെ ദശാനാഥനൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ ജാതകം നോക്കിയും നമ്മുടെ മാസഫലം കൂടി കണ്ടു കഴിഞ്ഞാൽ അവര് കറക്റ്റായ ഒരു ഡീറ്റെയിൽ എടുത്ത് തരുന്നതായിരിക്കും. അപ്പൊ ഒരു വ്യക്തിയുടെ മാത്രമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ ഒരു ദേവന്റെ അടുത്ത് തന്നെ പോകണ്ടായിരുന്നു. നമ്മള് യൂട്യൂബിൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള ആസ്ട്രോളജിയിലല്ല. നമുക്ക് എങ്ങനെയാണ് പറയുന്നത്, ഒരു കൂറ് അല്ലെങ്കിൽ ഒരു മേടക്കൂറിനെ കുറിച്ച്, അല്ലെങ്കിൽ ഓരോ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി മുതൽ രേവതി വരെ ഓരോ നക്ഷത്രങ്ങളുടെ ഫലമായിട്ട് പറയും അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്കൊരു വ്യക്തിയുടെ മാത്രമായിട്ട് അറിഞ്ഞെങ്കിൽ നമ്മൾ ദേവനെ ചെന്നാൽ മാത്രമാണ് പൂർണ്ണമായി ശരിയായ രീതിയിൽ പറയുള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ ഓരോ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോൾ ചിലർക്ക് ധനം ഉണ്ടാക്കാൻ തടസ്സമുണ്ടെങ്കിൽ, ചിലവർക്ക് ചിലപ്പം ഈ തുലാംകൂറുള്ളവർക്കാണെങ്കിൽ പോലും ധനം ഉണ്ടാക്കാൻ കഴിയും, ചിലവർക്ക് അത് ഒട്ടും പറ്റില്ല. അതൊക്കെ നമ്മുടെ ദശയൊക്കെ നമ്മുടെ ജാതകമൊക്കെ അനുസരിച്ച് അടിസ്ഥാനമാക്കിയാണ് അങ്ങനെയൊക്കെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പൊതുവായിട്ടുള്ള ഫലത്തിലേക്ക് കടക്കാം. ഇത്തവണ തുലാംകൂറുകാർക്ക് ജൂലൈ മാസം എങ്ങനെയുണ്ടെന്ന് പറയാല്ല. ജൂലൈ മാസത്തിന് മുമ്പ് തന്നെ ജൂലൈ മാസത്തിൽ 2 മാസം ഉണ്ടല്ലോ, മലയാള മാസം ഏതൊക്കെയാ? മിഥുനവും കർക്കിടവും ഉണ്ടല്ലേ. അപ്പൊ ജൂലൈ 15 വരെ മിഥുനമാസവും ജൂലൈക്ക് 15 ശേഷം അല്ലെങ്കിൽ 14 മുതലാണ് കർക്കിടക മാസം വരുന്നത്. അപ്പൊ ആദ്യമേ നമുക്ക് അതെന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്നുവെച്ചാൽ വീഡിയോയിലേക്ക് കിടക്കാൻ എന്ന് പറയുമ്പോൾ ജൂലൈ മാസത്തിന്റെ പൊതുഫലത്തിലേക്ക് കിടക്കാം. ജൂലൈ മാസത്തിന്റെ പൊതുഫലത്തിൽ പെട്ടതാണെങ്കിൽ പോലും ഒരു ചെറിയ വ്യത്യാസങ്ങൾ മിഥുന മാസവും കർക്കിടക മാസവും വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അത് ആദ്യം പറഞ്ഞിട്ട് തന്നെ ചിന്തിക്കാം അല്ലെ. അപ്പൊ മിഥുന മാസത്തിലെ സന്താന യോഗം, ധനം വരാനുള്ള യോഗം, സുഖമൊക്കെ ഉണ്ടാവുന്ന ഒരു യോഗമുണ്ട്, വലിയ കുഴപ്പമില്ലാതെ. എന്നാൽ കർക്കിടക മാസത്തിൽ നമ്മൾ ശാസ്ത്രീയമായ എന്തെങ്കിലും വിദ്യകളൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ, അതിൽ പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ അതിലൊരു മികവ് നേടാൻ അല്ലെങ്കിൽ പാണ്ഡിത്യം കൂട്ടാനൊക്കെ പറ്റുന്ന ഒരു കാര്യമായിട്ടായിരിക്കും. അങ്ങനെ പഠിക്കാനിരിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു കാലഘട്ടമാണ് ജൂലൈ 14 ശേഷം, 14 മുതലുള്ള കാലഘട്ടം. അതുപോലെ തന്നെ കോപമൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതുകൊണ്ട് കോപം ഒന്ന് അടുക്കി വെക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് മിഥുനം കർക്കിടക മാസത്തിനായിട്ട് നമുക്ക് പറയാനുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ട് പറയാനുള്ള കാര്യം.
ഇനി നമുക്ക് ജൂലൈ മാസത്തിന്റെ പൊതുവായിട്ടുള്ള ഫലം 1-ാം തീയതി മുതൽ ഇന്ന് മുതൽ 31 വരെയുള്ള കാലഘട്ടം എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ നോക്കുമ്പോ ധനപരമായ തടസ്സങ്ങളൊക്കെ നേരിട്ടെന്ന് വരാൻ നമുക്ക്, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്ന കാലഘട്ടമായിരിക്കും. നമ്മൾ എന്തിനിറങ്ങിയാലും ഒരു പരാജയങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും. അതൊക്കെ മുന്നോട്ട് കണ്ട് നമ്മൾ ഓരോ പ്രവർത്തനത്തിൽ ഇറങ്ങുക. അതുപോലെ തന്നെ അല്പം പിശുക്ക് ഉണ്ടാവുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ജൂലൈ മാസം. അതുപോലെ തന്നെ നമുക്ക് ജോലി ചെയ്തതിൽ നിന്നുള്ള ധനം നമുക്ക് ചിലപ്പോൾ ലഭിച്ചെന്ന് വരില്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന അധ്വാനത്തിന്റെ ഫലം നമുക്ക് ലഭിച്ചെന്ന് വരില്ല. അപ്പൊ നമ്മൾ വിഷമിക്കേണ്ട. നമുക്ക് ജൂലൈ മാസത്തിന്റെ പൊതുഫലത്തിലുള്ളതാണ്. അതൊന്നും വിഷമിക്കേണ്ട. നമുക്ക് ജോലി ചെയ്യുന്ന നമ്മുടെ കഠിനമായ അധ്വാനം ചെയ്യുന്നത് നമുക്ക് ഫലം കിട്ടിയില്ല എന്ന് വിചാരിക്കേണ്ട. ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ കിട്ടും നമ്മുടെ കഠിന അധ്വാനത്തിന്റെ ഫലം നമുക്ക് ഉറപ്പായിട്ട് കിട്ടും അല്ലെ. അതുപോലെ തന്നെ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ജോലിയിൽ പണം ചിലപ്പോൾ ധനമൊക്കെ ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. അതൊന്നും വിഷമിക്കേണ്ട കാലഘട്ടമൊന്നുമല്ല. നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് തന്നെ പോകാം. അത്ര വലിയ കുഴപ്പമായിട്ടുള്ള കാലഘട്ടം ഒന്നുമായിട്ട് പറയാൻ പറ്റുന്നില്ല. അതുപോലെ അന്യര് നമുക്ക് ബന്ധമില്ലാത്തവരായിരിക്കും. അന്യര് നമ്മെ നിന്ദിക്കാൻ ഇടയുണ്ടാവുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ജൂലൈ മാസം തുലാം കൂറുകാർക്ക്. അതിന് ശ്രദ്ധിക്കുക. അതുപോലെ നല്ല കഠിനമായ അധ്വാനം എല്ലാത്തിനും ആവശ്യമായി വരുന്ന കാര്യമായിരിക്കും. കഠിന അധ്വാനം ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് കാര്യത്തിന് അല്പമെങ്കിലും വിജയം ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പൊ കഠിനമായ അധ്വാനം നേടുക അല്ലെ. നമ്മൾ കഠിനമായി അധ്വാനിക്കുക, നമുക്കുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പറയുകയെങ്കിൽ പണമൊക്കെ പലിശയ്ക്ക് കൊടുക്കാൻ യോഗമുള്ള സമയമാണ് ജൂലൈ മാസം. പക്ഷെ അത് തിരിച്ചു കിട്ടാൻ സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് പണമൊക്കെ കടം കൊടുക്കുമ്പോൾ വിശ്വാസമായിട്ടുള്ളവർക്ക് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. അതൊക്കെ അത്യുത്തമമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ധനക്കുറവ് സമ്പാദം മൂലം, പക്ഷെ ധനക്കുറവ് ഉണ്ടെങ്കിൽ പോലും ഭക്ഷണത്തിനൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഏർപ്പെട്ടെന്ന് വരികയില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിനൊക്കെ കുഴപ്പമില്ലാതെ തന്നെ, അല്ലെങ്കിൽ ആഹാരത്തിന്റെ കാര്യം അല്ലെങ്കിൽ അന്നത്തിന്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന കാലഘട്ടം കൂടിയാണ് ജൂലൈ മാസം തുലാം കൂറുകാർക്ക്. അതുപോലെ തന്നെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാവുന്നതാണ്. അതുപോലെ മുറിവൊക്കെ ഉണ്ടാവാൻ യോഗമുള്ള സമയം കൂടിയാണ് ജൂലൈ മാസം തുലാം കൂറുകാർക്ക്. അതുകൊണ്ട് തന്നെ നല്ലൊരു ശ്രദ്ധ ആവശ്യമാണ്. നാം നേരത്തെ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ നമ്മളൊരു ശ്രദ്ധ, നമ്മളെല്ലാം അറിഞ്ഞ് നമുക്ക് ശ്രദ്ധയോടെ പെരുമാറുക. കാരണം നമുക്ക് ഇതിനെ കുറിച്ച് പരിപാടികളൊക്കെ പറയാം, പരിഹാരങ്ങളൊക്കെ പറയാം. അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ദോഷങ്ങളൊക്കെ മാറിപ്പോയി നമുക്ക് ജീവിതത്തിൽ കുഴപ്പമില്ലാതെ അങ്ങനെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും. അതായത് വിവാഹയോഗം പറയാനെങ്കിലും കുറച്ച് പ്രതിസന്ധികളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. എന്നിട്ടായിരിക്കും ചിലപ്പോൾ വിവാഹത്തിലേക്കൊക്കെ വരുന്നിരിക്കുക. അതുപോലെ തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനോ കർമ്മരംഗത്ത് അല്പ താമസം അല്ലെങ്കിൽ കർമ്മരംഗത്ത് അല്പ തടസ്സങ്ങളൊക്കെ കാണുന്ന ഒരു സമയം കൂടിയായിരിക്കും ജൂലൈ മാസം. എന്ന് വെച്ചാൽ ഭാര്യയ്ക്കും ഭർത്താവിനും കർമ്മരംഗത്ത് അത്ര നല്ല കാലഘട്ടമായിരിക്കില്ല. അതുപോലെ തന്നെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ പോലും ഒരു ചെറിയ താമസങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടം കൂടി ആയിരിക്കും. തുലാം കൂറുകാർക്ക് കർമ്മരംഗത്ത് ക്ലേശങ്ങൾ അനുഭവപ്പെടും. അത് ഭയങ്കര രീതിയിലുള്ള ക്ലേശങ്ങൾ അനുഭവപ്പെട്ട് തന്നെ ചെയ്യും. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് മനസ്സിലാക്കുക ജൂലൈ മാസം വരെ അല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എങ്ങനെയാണ് നമുക്ക് നോക്കാൻ ചർച്ച ചെയ്യാം. അപ്പം അതുവരെ ജൂലൈ മാസം വരെ നമുക്ക് കഠിനം അധ്വാനിക്കാം. നമുക്ക് അധ്വാനത്തിനുള്ള ഫലം കിട്ടും. നമുക്ക് ചിലപ്പം ഇന്ന് സംഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളും നാളത്തെ നമ്മൾക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടിയായിട്ടുള്ളതായിരിക്കും. ഈശ്വരനെല്ലാം അറിയാമല്ലോ, ഈശ്വരൻ അറിയാത്ത ഒന്നുമില്ല അല്ലേ. അപ്പം എല്ലാരെയും ഈശ്വരൻ, നമ്മളെ ഓരോരുത്തരെയും ഈശ്വരൻ അറിയാം അല്ലെ. അപ്പം അവരവരുടെ ടാലന്റ് അല്ലെങ്കിൽ അവരുടെ യോഗം എന്താണോ അതുപോലെ തന്നെ ആയി തീരും. അപ്പൊ നമ്മൾ അതിനു വേണ്ടി കൂടി അധ്വാനിക്കുക കൂടി ചെയ്യുന്നത്. ഇപ്പൊ താൻ പാതി ദൈവം പാതി എന്നല്ലേ പറയാം. അപ്പൊ നമ്മൾ ചെയ്യാനുള്ള നാം ചെയ്യുക, കഠിനമായി അധ്വാനിക്കുക തന്നെ ചെയ്യുക. ഈശ്വരൻ ചെയ്യാനുള്ള ഈശ്വരൻ ചെയ്തത് തന്നെ ശ്രദ്ധിക്കും കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഒരു വഴിപാടിന്റെ കാര്യത്തിലായിട്ടായെങ്കിൽ പോലും ശനിപ്രീതി വരുത്തും അത്യുത്തമമായിരിക്കും. തുലാം കൂറുകാർ ശനിപ്രീതി വരുത്തേണ്ട അതുത്തമമായി ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പം ക്ലേശങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടും. സന്താനങ്ങൾ ഉണ്ടാവാതെ നിൽക്കുന്ന ദമ്പതിമാർക്കൊക്കെ സന്താനങ്ങളൊക്കെ ഉണ്ടാവാൻ യോഗം കൂടി ശനിപ്രീതി കൂടെ നമുക്ക് നടത്തിയെടുക്കാവുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും. അതുപോലെ തന്നെ അതുപോലെ ഗൃഹമൊക്കെ പണിയാൻ നിൽക്കുന്നവർക്ക് അല്പം കുഴപ്പമില്ലാത്ത സമയഘട്ടമാണ്. നല്ല കാലഘട്ടമാണ്. ഗൃഹം പണിയാൻ നിൽക്കുന്നവർക്ക് ഗൃഹം പണിയാനൊക്കെ ആരംഭിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമായും കുഴപ്പമില്ലായിരിക്കും. അതുപോലെ വാഹനമൊക്കെ മേടിക്കാൻ ശ്രമിക്കുന്നവർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും. കടം വന്നാൽ പോലും നമുക്ക് മേടിക്കാൻ പറ്റുന്ന കാലഘട്ടം കൂടിയായിരിക്കും. അതുപോലെ ഗൃഹം പണിഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് ജോലി വലിയായിട്ട് തടസ്സങ്ങളൊന്നും ഉണ്ടാവാതെ തന്നെ പണി പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ജൂലൈ മാസം. അതുപോലെ പറഞ്ഞ സന്താനങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ ഏത് ജോലി മേഖലയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇനിയിപ്പോ ഒരു തടസ്സം, ഒരു ക്ലേശം ഏത് മേഖലയിലായാലും, ഇപ്പം നമ്മൾ രാഷ്ട്രീയമായാലും ബിസിനസ്സായാലും എന്ത് മേഖലയിൽ നിൽക്കുന്നവരൊക്കെ ആയാലും, സിനിമാ മേഖലയിലായാലും അല്ലെങ്കിൽ നമ്മളെ ചെറിയൊരു
ബിസിനസ്സിലായാലും വൻകിട ബിസിനസ്സിൽ എന്ത് കാര്യത്തിലായാലും ചെറിയ തടസ്സം അല്ലെങ്കിൽ ചെറിയ മൂട്ടി അല്ലെങ്കിൽ ചെറിയ മന്ദതയൊക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായിരിക്കും. അല്ലെങ്കിൽ ക്ലേശം അനുഭവിക്കുന്ന ജോലി സ്ഥലത്തായി നമുക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തടസ്സം അല്ലെങ്കിൽ വിഷമമൊക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമുണ്ടെങ്കിൽ അന്ന് വിഷമിക്കേണ്ട, നമുക്ക് എല്ലാ പ്രതിസന്ധികളും നേരിടാൻ നമ്മൾ ഈ പറയാവുന്ന പരിപാടികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ദോഷങ്ങളൊക്കെ മാറി നമുക്ക് നല്ല ഒരു വിജയം തന്നെ കൈവരിക്കാൻ പറ്റും. പൂർണ്ണമായ വിജയം എത്തിയില്ലെങ്കിൽ ഇപ്പോൾ അടുത്തെത്താൻ നമുക്ക് ജീവിതത്തിൽ വലിയ കുഴപ്പമില്ലാതെ തന്നെ ജീവിതത്തിൽ ജൂലൈ മാസം കടന്നു പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും കേട്ടോ. അതുപോലെ മാതാവിന് ദോഷമുള്ള കാലഘട്ടമാണ്. മാതാവിന് ദുഃഖം സങ്കടങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും തുലാം കൂറുകാർക്ക്. അതുകൊണ്ട് മാതാവിനെ ശ്രദ്ധിക്കുന്നത് അതി ഉത്തമമായിരിക്കും. അതുപോലെ വിദ്യാഭ്യാസം പൂർണ്ണമാക്കാൻ കഴിഞ്ഞെന്ന് വരില്ലവർക്ക് തുലാം കൂറുകാർക്ക് വിദ്യാഭ്യാസം പൂർണ്ണമായിട്ട് തീർക്കാൻ പറ്റുന്നതല്ല. അപ്പൊ നമ്മുടെ ഈശ്വര പ്രാർത്ഥനയിൽ കൂടെയൊക്കെ നമ്മളത് കടിച്ചെടുക്കുക. പിന്നെ വിഷമിക്കേണ്ടാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തുലാം കൂറിൽ പഠിക്കുന്ന അല്ലെ തുലാം കൂറിലുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സം ഉണ്ടെങ്കിൽ പോലും മാതാവിന്റെയോ പിതാവിന്റെയോ അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെയോ ഒക്കെ ഒരു കൂറ് വെച്ച് സമയം വെച്ച് നല്ല സമയമായെങ്കിൽ, അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ പുത്രൻ അല്ലെങ്കിൽ പുത്രിക്ക് വിദ്യക്കൊക്കെ നല്ല സമയം കിടക്കുകയാണെങ്കിൽ ആ വിദ്യയുടെ മുടക്കം അങ്ങ് മാറി വലിയ കുഴപ്പമില്ലാതെ വിദ്യാഭ്യാസം മുന്നോട്ട് തന്നെ നയിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും. അതുപോലെ ഹൃദയം സംബന്ധമായ അല്ലെങ്കിൽ നമുക്ക് ഹൃദയത്തിൽ തട്ടുന്ന വേദനകളൊക്കെ അനുഭവിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയായിരിക്കും ജൂലൈ മാസം തുലാം കൂറുകാർക്ക്. അതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം തുലാം കൂറുകാർക്ക്. അങ്ങനെ ചില വിഷമങ്ങൾ ഉണ്ടായാലും നമ്മൾ തളരാതെ നമ്മൾ വിജയിക്കും എന്നുള്ള ശുഭ വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് നടക്കുക. നമുക്ക് കുഴപ്പമില്ലാതെ തന്നെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്നതായിരിക്കും കേട്ടോ. അതുപോലെ നമുക്ക് ഇനി പരിപാടി അപ്പം പത്രം പറഞ്ഞത് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അത്ര നല്ല സമയമൊന്നുമല്ല തുലാം കൂറുകാർക്ക് ഈ മാസം അല്ലെങ്കിൽ ജൂലൈ മാസം. അപ്പം അതിന് വേണ്ട പരിപാടികൾ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ശനിപ്രീതി വരുത്തുന്ന ഉത്തമമായിരിക്കും എന്ന് പറയുന്നു. അപ്പൊ അത് ശനിപ്രീതി വരുത്തുക. അതുപോലെ ഗുരുവിന്റെ പ്രീതി, ഗുരുപ്രീതി എന്ന് പറഞ്ഞാൽ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന ഉത്തമമായിരിക്കും. വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കുന്ന ഉത്തമമാണ്. അതുപോലെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം ഉത്തമമാണ്. അതുപോലെ തന്നെ നമ്മൾ വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് അതി ഉത്തമമാണ്. അതുപോലെ നീരാഞ്ജനം കത്തിക്കുന്നത് ഉത്തമമാണ്. ശനിയാഴ്ച വ്രതം എടുക്കുന്ന ഉത്തമമാണ്. അതുപോലെ സ്ത്രീ സൂക്തം പുരുഷ സൂക്തം ഒക്കെ ജപിക്കാൻ അറിയാമെങ്കിൽ ജപിക്കുക, അല്ലെങ്കിൽ അർച്ചന നടത്താൻ അറിയാമെങ്കിൽ അർച്ചന നടത്തുകയൊക്കെ ചെയ്യുമെങ്കിൽ അത് ഉത്തമമായും. അതുപോലെ തന്നെ മംഗളദോഷ നിവാരണ പൂജ നടത്തുന്നു, അത് ഉത്തമമാണ്. വിവാഹങ്ങൾക്ക് നടക്കാൻ താമസിച്ച അല്ലെങ്കിൽ തടസ്സമുള്ളവർക്കൊക്കെ അത് നന്നായി നടത്താൻ പറ്റുന്ന ഒരു പൂജയാണ് മംഗളദോഷ നിവാരണ പൂജ, അത് ഉത്തമമായിരിക്കും. അതുപോലെ ഭാഗ്യസൂക്തം കൊണ്ട് അർച്ചന നടത്തുന്നത് അത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ സ്വയംവര യന്ത്രം ധാരണം ചെയ്യുന്നത് അത് ഉത്തമമായിരിക്കും. സ്വയംവര യന്ത്രം യഥാവിധി ഉള്ള യന്ത്രം വേണം ധരിക്കാൻ. അത് ജൂലൈ മാസത്തേക്കുള്ള വിവാഹമൊക്കെ നടക്കാത്തവർക്ക് വിവാഹം നടക്കണം, നല്ലൊരു വിവാഹം കിട്ടാൻ വേണ്ടിയൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ് സ്വയംവര യന്ത്രധാരണം. അപ്പൊ അത് ചെയ്യുമ്പോൾ കറക്റ്റായ വിധി പ്രകാരം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. യഥാവിധിയായിട്ടുള്ള യന്ത്രധാരണം ആവശ്യമായിട്ട് വരുന്നൊരു കാലഘട്ടം കൂടിയാണ് ജൂലൈ മാസം. അപ്പൊ ഇത്രയൊക്കെ പരിപാടികൾ പൂർണ്ണമായിട്ട് ഈ പരിപാടികൾ ഇവിടെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇതൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ദേവാലയം ഉണ്ടാക്കാൻ എങ്ങനെ പറ്റും എന്ന് ഞാനൊരു വീഡിയോ ചെയ്തു തരുന്നു. അത് കാണുമ്പോൾ കാരണം ആ ദേവാലയം ഇല്ലായ്മയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് ക്ഷേത്ര ദർശനമൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് പകരം ആ പരിപാടികൾ ചെയ്യുക. എങ്ങനെ വീട്ടിൽ നിന്ന് എങ്ങനെ ദേവാലയം ഉണ്ടാക്കാം എന്നൊരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ദേവാലയം ഉണ്ടാക്കണമെന്ന്. അപ്പൊ അതിഉത്തമമായ ദേവാലയം ഉണ്ടാകുമ്പോൾ ദോഷങ്ങൾക്ക് കാഠിന്യം കുറയും. പിന്നെ ശനിയാഴ്ചയും വ്യാഴാഴ്ചയും വ്രതം എടുക്കാൻ മറക്കല്ല. വ്രതം എടുക്കാൻ മറക്കല്ലെന്ന് പറഞ്ഞ് ഞാൻ വ്രതം എടുക്കണം എന്ന് ഉറപ്പിച്ച് പറഞ്ഞില്ല. കാരണം ഞാൻ എല്ലാ വീഡിയോ പറഞ്ഞ വ്രതം എടുക്കാൻ ആരോടും ഞാൻ പറയില്ല. അവരവന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ വ്രതം എടുക്കാവൂ. കാരണം അത് വ്രതം എടുക്കുമ്പോൾ എടുക്കേണ്ട രീതിയിൽ എടുക്കണം, അല്ലെങ്കിൽ എടുക്കില്ല. അതാണ് എന്റെ പോളിസി കേട്ടോ. അപ്പൊ അങ്ങനെ വേണം വ്രതം എടുക്കാൻ. വ്രതം എടുക്കുമെങ്കിൽ ആ ഫലസിദ്ധി കിട്ടുന്ന രീതി തന്നെ വ്രതം എടുക്കണം. ഫലസിദ്ധി കിട്ടാൻ നമ്മൾ വ്രതം എടുത്തു എന്നൊരു പേരുണ്ടായിട്ടുള്ള കാര്യമുണ്ടോ? ഇല്ല. ആര് ചോദിച്ചാൽ ഞാൻ ശനിയാഴ്ച വ്രതം എടുത്തു അല്ലെങ്കിൽ വ്യാഴാഴ്ച വ്രതം എടുത്തു എന്നിട്ടും എനിക്ക് ഇങ്ങനെ വന്നു. അതെന്നാ നമ്മൾ എടുക്കേണ്ട രീതിയിലല്ല എടുത്തത്. നമ്മൾ എടുക്കേണ്ട രീതിയിൽ എടുത്താലോ നമുക്ക് ആ ഫലസിദ്ധി ഉറപ്പായിട്ടും ഉണ്ടാവുന്ന കാര്യം തന്നെയാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഇനി വൃശ്ചിക കൂറുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. വൃശ്ചിക കൂറുകാർക്ക് ഈ ജൂലൈ മാസം എങ്ങനെയുണ്ട്? പൊതുവെ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. പൊതുവെ നല്ല കാലഘട്ടമാണ് വൃശ്ചിക കൂറുകാർക്ക് ഈ മാസം ജൂലൈ മാസം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ജൂലൈ മാസത്തിൽ നമുക്ക് 2 മാസം കൊണ്ട് മിഥുനം കർക്കിടകം ഇവർക്കും അതുപോലെ ഉണ്ട്. അപ്പം മിഥുന മാസത്തിൽ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കിയിട്ട്, അല്ലെങ്കിൽ കർക്കിടക മാസം എങ്ങനെയുണ്ട് നോക്കിയിട്ട് ശേഷം നമുക്ക് ജൂലൈയുടെ പൊതുവായിട്ടുള്ള ഫലം നമുക്ക് പറയാവുന്നതായിരിക്കും കേട്ടോ. മിഥുന മാസം ഇവർക്ക് സന്താന ഭാഗ്യം, ധനം, സുഖം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. വാഹനയോഗം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഈ വാഹനയോഗം അല്ലെങ്കിൽ വാഹന ഭാഗ്യം അല്ലെങ്കിൽ ഐശ്വര്യമൊക്കെ പ്രധാനമായിട്ട് അല്ലെങ്കിൽ സന്താന ഭാഗ്യമൊക്കെ പ്രദാനം ചെയ്ത് നമ്മുടെ ജാതകത്തിലായി സൂര്യന് പവർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഫലസിദ്ധി ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ.
അതുപോലെ തന്നെ കർക്കിടക മാസം വൃശ്ചിക കൂറുകാർക്ക് ശാസ്ത്രീയമായ ഓരോ വിദ്യകൾ പഠിക്കാനൊക്കെ അത് ഉത്തമമാണ്. അതുപോലെ കോപം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതുപോലെ പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വിജയം കാണുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതുപോലെ പിതാവിന്റെ സ്വത്തൊക്കെ ലഭിക്കാൻ യോഗമുണ്ടാകും. അപ്പം അതുപോലെ തന്നെ ഏറ്റെടുക്കുന്ന ഏതൊരു കാര്യം പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിരിക്കും വൃശ്ചിക കൂറുകാർക്ക്. അതുപോലെ ധനം, ഓജസ്, സർക്കാർ ജോലി, ഔഷധ വൃത്തി ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും. അപ്പൊ നമ്മളിന്ന് ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു എല്ലാവർക്കും എല്ലാ ഫലങ്ങളും ഒരുപാട് വരണമെന്നില്ല. അതിൽ ഏറ്റുപോയിച്ചതൊക്കെ കാണും. അതൊക്കെ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത് ചെന്നാൽ മാത്രം നമ്മുടെ ഒരു വ്യക്തിയെ മാത്രം അറിയാൻ പറ്റും. നമ്മളിത് പൊതുവായിട്ട് പറയാനാണ്. അപ്പം വൃശ്ചികം രാശിയിലുള്ള രണ്ടേകാല നക്ഷത്രം, ഞാൻ രണ്ടേകാല നക്ഷത്രം ഓരോ പാദങ്ങളായിട്ട് വെച്ച് തിരിച്ചു വരുമ്പോൾ ഒരു രാശിയിൽ 9 നക്ഷത്രപാദം ഉണ്ട് അല്ലെ. അപ്പൊ 9 നക്ഷത്രപാദങ്ങളുള്ളവർക്ക് 9 ഫലം. അപ്പൊ അതുപോലെ ദശാനാഥന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളുടെ ബലവും നീചത്വം ഒക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു വ്യക്തിയുടെ മാത്രമായിട്ട് കാര്യമാണെങ്കിൽ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നമ്മൾ പൊതുവായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി നമുക്ക് പൊതുവായിട്ട് ജൂലൈ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ പുത്രഭാഗ്യം ഉണ്ട്, അതുപോലെ സുഖം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായിരിക്കും, ധനങ്ങൾ ഉണ്ടാക്കി ഉണ്ടാവുന്ന കാലമായിരിക്കും. പക്ഷെ ഇവർക്കൊക്കെ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ചെറിയൊരു മൗഢ്യം ഉണ്ടാവുന്ന ഒരു കാലഘട്ടം. പക്ഷെ അത്ര വലുതല്ല. ഒരു 3/4% ഈ സന്താന ഭാഗ്യം സുഖം അനുഭവം ധനമൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും ഒരു 1/4% അതിനൊക്കെ ഒരു മൗഢ്യം അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാവും. അതൊക്കെ നമ്മുടെ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അത് മാറി കിട്ടുന്നതായിരിക്കും. അത്ര വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ഈശ്വര പ്രാർത്ഥന ഉണ്ടെങ്കിൽ പോലും തന്നെ അതൊക്കെ മാറി കണ്ട് നല്ല ഈശ്വരയൊക്കെ ഉള്ള സമയമാണ് ഇപ്പം വൃശ്ചിക കൂറുകാർക്ക്. അതുപോലെ തന്നെ ഈ തരത്തിൽ വ്യാഴമാറ്റമൊക്കെ ഉത്തമമായിരുന്നു. അതുപോലെ ശനിമാറ്റമൊക്കെ അത് ഉത്തമമായ കാലഘട്ടമാണല്ലോ പൊതുവെ വൃശ്ചിക കൂറുകാർക്ക്. അപ്പം നല്ലൊരു കാലഘട്ടം തന്നെയായിരിക്കും പൊതുവെയും ജൂലൈ മാസവും കൂടി. പക്ഷെ അതിനൊക്കെ കുറച്ച് ക്യാഷങ്ങൾ അത് നമ്മൾ വിഷയമാക്കി എടുക്കേണ്ട, വലിയ ദോഷങ്ങളായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാറി കിട്ടുന്ന ഒരു കാര്യമുള്ളൂ വൃശ്ചിക കൂറുകാർക്ക്. അതുപോലെ മനക്ലേശം അനുഭവിക്കാൻ യോഗമുണ്ട്, കോപം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും, ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ സാഹിത്യമേഖല കലാവാസന കലയിലൊക്കെ ഉള്ളവർക്ക് അല്പം കുഴപ്പമില്ലാത്ത സമയമാണ്. അതുപോലെ സാഹിത്യം കലകളൊക്കെ വാസനയുള്ളവർക്ക് അത് കുറച്ചുകൂടി കൂട്ടി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ജൂലൈ മാസം. അതുപോലെ അപ്പം സാഹിത്യ അല്ലെങ്കിൽ കലാരംഗത്തൊക്കെ നിൽക്കുന്നവരെ ഒന്ന് അതിന്റെ വാസന ഒന്ന് കൂട്ടി അല്ലെങ്കിൽ പുതുക്കി എടുക്കാൻ നിൽക്കാൻ ശ്രമിക്കുക. കാരണം നല്ല ഭാഗ്യം അല്ലെങ്കിൽ നല്ലൊരു ഐശ്വര്യം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ജൂലൈ മാസം. അതുപോലെ തന്നെ കീർത്തിയും ആരോഗ്യവും ഒക്കെ അത്യാവശ്യത്തിന് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. കീർത്തിയൊക്കെ ഞാൻ പറഞ്ഞു, കീർത്തിയും സൽകീർത്തിയും ദുഷ്കീർത്തിയും കേൾപ്പിക്കാൻ നമുക്ക് പറ്റും. നമ്മുടെ പ്രവൃത്തി അനുസരിച്ചായിരിക്കും നമ്മൾ ഏത് കീർത്തി കേൾക്കണമെന്ന് വിധേയമാവുന്നത്. കീർത്തി എന്ന് പറയുന്നത് 2 തരത്തിൽ കീർത്തിയാണ്. നമുക്ക് നല്ല പേരെടുക്കാം, ചീത്ത പേരെടുക്കാം. അപ്പൊ ഏത് വേണം നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ ഇഷ്ടമായിരിക്കും. അത് ഏതായാലും നമുക്ക് സംഭവിക്കുന്നത് തന്നെയായിരിക്കും നമ്മുടെ അധ്വാനത്തിലൂടെ. അതുപോലെ തന്നെ സൽകീർത്തി ആയെങ്കിൽ നമുക്ക് അധ്വാനിക്കേണ്ട ആവശ്യമുള്ളൂ. സൽകീർത്തി അല്ലാത്ത ദുഷ്കീർത്തിക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ വലിയ അധ്വാനമൊന്നും ചെയ്യേണ്ട. നമ്മളെ ദുഷ്കീർത്തി കേൾപ്പിക്കാൻ, പക്ഷെ ആർക്കും ദുഷ്കീർത്തി കേൾപ്പിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പൊ സൽകീർത്തി കേൾപ്പിക്കാൻ ഇഷ്ടം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കഠിനമായി അധ്വാനിക്കുക. അത് ആരെയും പൊതുവെ കുഴപ്പമില്ല, പക്ഷെ നമുക്കൊരു ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതുപോലെ അത്ര പ്രസാദമായിട്ടുള്ള കാലഘട്ടം ഒന്നും ഇല്ലെങ്കിൽ പൊളിക്കൂട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. അത്ര വലിയ പരിസ്ഥിതി ഒന്നും ഉണ്ടാവുകയില്ല. അതുപോലെ വിദ്യാനേട്ടം, വിദ്യാഭിഷേകം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യ കൊണ്ട് ധനം, സന്തോഷങ്ങളൊക്കെ നേടാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ്. നല്ല വാക്കിന്റെ ഉടമയാവാൻ യോഗമുണ്ട്. എന്ന് വെച്ചാൽ നല്ല വാക്കൊക്കെ ആയിരിക്കും നമ്മൾ ജൂലൈ മാസം പൊതുവെ സംസാരിക്കുന്നത്. അത്ര ക്രൂരമായ വർത്താനമൊന്നും ആയിരിക്കില്ല നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ നമ്മളെ ഓരോ വർത്താനത്തിലായാലും ഈശ്വര ചൈതന്യമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും വൃശ്ചിക കൂറുകാർക്ക്. പൊതുവെ നല്ല കാലഘട്ടമാണ്. അതുപോലെ ഭക്ഷണസുഖമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് വിഷമിക്കേണ്ട. അതുപോലെ പാണ്ഡിത്യങ്ങളൊക്കെ ഓരോ അറിവുകളൊക്കെ ശേഖരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ജൂലൈ മാസം വൃശ്ചിക കൂറുകാർക്ക്. അതായത് വിവാഹയോഗം ഉണ്ടെങ്കിൽ പോലും പക്ഷെ ഒരു വിവാഹത്തിനൊരു തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും. കലഹങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. വിവാഹം കഴിച്ചതൊക്കെ ആണെങ്കിൽ കുടുംബത്തിൽ കലഹങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും. അത് നമ്മൾ വലിയ കാലമൊക്കെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അതിനൊക്കെ മാറ്റി നമുക്ക് സുഖമായി തന്നെ ജൂലൈ മാസം നയിക്കാൻ പറ്റുന്നേ. വലിയ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ ചെയ്ത് മുന്നോട്ട് നയിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബുദ്ധിയും അതുപോലെ സൽസ്വഭാവമൊക്കെ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന കാലഘട്ടം. ബുദ്ധി ഇല്ലാന്ന് തന്നെ പറയുന്നത് ഉള്ള ബുദ്ധിച്ചൊന്ന് ശോഭിച്ചെടുപ്പിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ജൂലൈ മാസം. അതുപോലെ തന്നെ ഏറെ വിഘ്നങ്ങൾക്ക് ശേഷമായിരിക്കും ധനം ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് ആദ്യമായി ഏർപ്പെട്ടിട്ട് പണം ഉണ്ടായില്ല എന്ന് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട. നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മുടെ അധ്വാനത്തിലൂടെ നമുക്ക് ആ പണം ഉണ്ടായി തന്നെ ചെയ്യും. നമുക്ക് കുറച്ച് കഷ്ടങ്ങൾ അല്ലെങ്കിൽ വിഘ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും. അതിനൊരു വിഘ്നേശ അല്ലെങ്കിൽ ഗണപതിക്ക് ഹോമം അല്ലെങ്കിൽ വിഘ്നേശ നിവേദ്യം അല്ലെങ്കിൽ ഗണപതി നിവേദ്യമൊക്കെ നടത്തുമെങ്കിൽ അത് ഉത്തമമായിരിക്കും. ആ വിഘ്നങ്ങളൊക്കെ മാറി കിട്ടിക്കോളും. അതുപോലെ മുഖത്ത് ഒന്നും വരാതെ സൂക്ഷിക്കണം.
മുഖം മുഖത്തിന് ഒരു കാന്തിയൊക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ആയിരിക്കും ജൂലൈ മാസം. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ അപവാദമൊക്കെ കേൾക്കാൻ യോഗമുണ്ട് കേട്ടോ വൃശ്ചികക്കാർക്ക്. അതൊന്നും ശ്രദ്ധിക്കുന്നത് അത് ഉത്തമമായിരിക്കും. അതുപോലെ ജോലിയും മാറി ചെയ്യാനൊക്കെ ഇട ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും ഒരു മാറ്റമൊക്കെ സംഭവിക്കാൻ യോഗമുണ്ട്. എല്ലാവർക്കും ഉണ്ടെന്നല്ല പറയുന്നത്, യോഗമുണ്ട്, അപ്പൊ സാധ്യതയുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള ജോലി തന്നെ കണ്ടിന്യൂ ചെയ്തു പോവാം. പിന്നെ നമ്മുടെ ദശാനാഥനൊക്കെ ഒന്ന് നോക്കണം. അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ അല്പം താമസം വരിക, എന്ന് വെച്ചാൽ ചിലപ്പോൾ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടി ആയിരിക്കും. അപ്പൊ ഉന്നത വിദ്യാഭ്യാസം പറയുമ്പോൾ ഒരു +2 ശേഷമുള്ള കാലഘട്ടമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കാലഘട്ടങ്ങളൊക്കെ വിദ്യാർത്ഥിക്ക് ഒരു തടസ്സം ഉണ്ടാകുന്ന കാലഘട്ടമായിരിക്കും. പക്ഷെ സാരമില്ല, നമ്മളുടെ ഈശ്വര പ്രാർത്ഥനയിലൂടെ നമുക്കത് നിർവഹിച്ചു പോകാവുന്നേ ഉള്ളൂ. അതുപോലെ സ്വന്തമായ അധ്വാനം അല്ലെങ്കിൽ ജോലിയിൽ കൂടെ ധനം നേടാൻ പറ്റുന്നവരായിരിക്കും. സ്വന്തമായി ആർജിക്കുന്ന ധനമായിരിക്കും നേടുന്നത്. അതുപോലെ ഓരോ നേത്രരോഗങ്ങൾക്ക് ഇടയുണ്ട്. അപ്പൊ നേത്രം ഒന്ന് സൂക്ഷിക്കുക. അതുപോലെ വാതരോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതൊന്ന് സൂക്ഷിക്കുക. അതുപോലെ തന്നെ സന്താനങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ സന്താനങ്ങൾ ഉണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കും, ഉത്തമമായിരിക്കും. അവർക്കൊരു അപകടം അല്ലെങ്കിൽ ഒരു മുറിവൊക്കെ അല്ലെങ്കിൽ ചെറിയ ചതവ് അല്ലെങ്കിൽ ചെറിയ വീഴ്ചയൊക്കെ ഉണ്ടാവാൻ യോഗമുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, ഉത്തമമായിരിക്കും. അപ്പൊ പൊതുവെ വൃശ്ചികക്കാർക്ക് പൊതുവെ നല്ല സമയമാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും നല്ല സമയമായിട്ട് നമുക്ക് പറയാവുന്നത് വൃശ്ചികക്കാർ തന്നെയാണ്. അത് ഉത്തമമായ കാര്യമാണ്. ഇപ്പൊ നമ്മളിപ്പോ 2 കൂറാണല്ലോ പറഞ്ഞത്, തുലാം വൃശ്ചികമാണല്ലോ പറഞ്ഞത്. അതിൽ അത്രയും കുഴപ്പമില്ലാത്തൊരു കൂറ് എന്ന് പറയുന്നത് വൃശ്ചികക്കാർക്കായിരിക്കും. പൊതുവെ നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും. എങ്കിൽ ആ ദോഷങ്ങൾക്ക് ഒരു പരിഹാരം എന്ന നിലയ്ക്ക് നമ്മളിങ്ങനെ പരിപാടി പറഞ്ഞുതരാം. നീരാഞ്ജന വിളക്ക് കത്തിക്കുന്നു, ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ അഭിഷേകം നടത്തുന്ന ഉത്തമമായിരിക്കും. അതുപോലെ ഇരുന്നീര് അഭിഷേകം നടത്തുന്ന ഉത്തമമായിരിക്കും. അതുപോലെ ശിവങ്കൽ സമർപ്പണം നടത്തുന്ന ഉത്തമമായിരിക്കും. എല്ല് നിവേദനം നടത്തുന്ന ഉത്തമമാണ്. അതുപോലെ വ്യാഴാഴ്ച വിധം നടത്തുന്ന ഉത്തമമാണ്. അതുപോലെ സഹസ്രനാമം 2 ജപിക്കുന്നു, അത് ഉത്തമമായ വിഷ്ണു സഹസ്രനാമോ ലളിത സഹസ്രനാമവും ജപിക്കുന്നു, അത് ഉത്തമമായ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ നമുക്ക് ക്ഷേത്ര ദർശനമൊന്നും നടത്താൻ പറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ അഭിഷേകങ്ങളൊന്നും നടത്താൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ നീരാഞ്ജന വിളക്കൊന്നും കത്തിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ദൈവാലയം ഉണ്ടാകും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ദൈവാലയങ്ങൾ എങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അത് കണ്ട് അതുപോലെ ശരി ദൈവാലയം ഉറപ്പായിട്ട് ഉണ്ടായി കഴിഞ്ഞിരിക്കും. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ പൊതുവെ നല്ല സാധനമായിട്ടാണെങ്കിൽ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാറി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് വലിയ പേടിക്കാനൊന്നുമില്ല വൃശ്ചികക്കാർക്ക്. ഇനി നമുക്ക് ധനുക്കൂറിനെ കുറിച്ച് നോക്കാം. ധനുക്കൂറിന് നമുക്കറിയാം, നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പറയാമെങ്കിൽ 2 ഇതുണ്ടല്ലേ, മിഥുന മാസമുണ്ട്, കർക്കിടക മാസമുണ്ട്. അപ്പൊ ഇവർക്ക് പൊതുവെ എങ്ങനെയുണ്ട്, നല്ലതാണോ ചീത്തയാണെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പൊ മിഥുന മാസത്തില് സ്ത്രീകളിൽ നിന്നും അപമാനം ലഭിക്കാൻ, അത് അപമാന പേര് ലഭിക്കാനൊക്കെ യോഗം ഉണ്ടായിരിക്കും. അതുപോലെ സ്ത്രീകൾ മുഖേന നഷ്ടങ്ങളൊക്കെ ഉണ്ടാവുന്ന യോഗമുണ്ട്. അതായത് ഭാര്യ ഭർത്തൃ സുഖം ഹാനി ഉണ്ടാവുന്ന കാലഘട്ടമായിരിക്കും. അതുപോലെ മനോദുഃഖങ്ങൾ ഉണ്ടാവുന്ന കാലമായിരിക്കും. മാനഹാനി ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായിരിക്കും. കോപം വർദ്ധിക്കുന്ന കാലഘട്ടമായിരിക്കും. രോഗങ്ങൾ ഉണ്ടാവുന്ന കാലഘട്ടങ്ങളായിരിക്കും. ഭാര്യയ്ക്കും രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിൽ ഇരുവരും ഒന്ന് ശ്രദ്ധിക്കണം, അത് ഉത്തമമായിരിക്കും. അപ്പൊ എല്ലാത്തിനും ശ്രദ്ധ ഉണ്ടാവണം. ഇതെല്ലാം വരും എന്നല്ല ഞാൻ പറയുന്നത്, ശ്രദ്ധ ഉണ്ടാകും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാൻ വല്ല നടക്കുന്നുണ്ടായില്ലല്ലോ. നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങൾ മാറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമില്ലേ. നമ്മുടെ ഓരോ ദോഷവശങ്ങൾ നമ്മൾ മാറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമില്ല നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ. അതുകൊണ്ട് മാത്രമാണ് ദോഷവശങ്ങളായപ്പോഴും പറയുന്നത്. അതിന് ആരും വിഷമിക്കേണ്ട. കാരണം എന്റെ സമയം എനിക്ക് ചീത്തയാണല്ലോ, മോശമാണല്ലോ, ഞാൻ എന്ത് ചെയ്യാതിരിക്കാൻ, ഇത്ര നാളും കഷ്ടകാലം, ഇനിയും കഷ്ടകാലമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ അധ്വാനം നമ്മൾ ചെയ്യുക, നമ്മുടെ പ്രവൃത്തി നമ്മൾ ചെയ്യുക. നമ്മുടെ കർമ്മഫലം എന്തോ അത് എന്തായാലും ഈശ്വരൻ നൽകും. അതിനൊന്നും ഒരു ഡൗട്ടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അതൊന്നും വിഷമിക്കണം. നമ്മൾ ചെയ്യുന്ന കർമ്മം നമ്മൾ ഉറപ്പായിട്ട് ചെയ്യുക. നമ്മളെ കർമ്മം എന്താണോ അത് കറക്റ്റായിട്ട് വൃത്തിയായിട്ട് സത്യസന്ധമായി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കർമ്മഫലം നമുക്ക് ഉറപ്പായിട്ട് തന്നെ ചെയ്യും. പിന്നെ നമ്മളുടെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ചിലപ്പോൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന പാപത്തിന്റെ ആയിരിക്കാം, നമ്മൾ മുൻ ജന്മത്തിൽ ചെയ്യുന്ന പാപത്തിന്റെ ആയിരിക്കാം. ചിലപ്പോൾ നമ്മളുടെ മുൻ തലമുറയിലുള്ളവർ ചെയ്തതിന്റെ പാവങ്ങളായിരിക്കും നമ്മൾ അനുഭവിക്കണം. അതൊന്നും ഓർത്ത് വിഷമിക്കണം. നമ്മൾ ചെയ്യാനുള്ള നമ്മൾ ചെയ്യുക. നമുക്ക് എപ്പോഴാണ് നമ്മുടെ കർമ്മഫലം കിട്ടേണ്ടത്, അതിപ്പോ നല്ല ഫലമായെങ്കിലും ചീത്ത ഫലമായെങ്കിലും എപ്പോഴാണ് കിട്ടുന്നത്, അത് അതാത് സമയത്ത് ഈശ്വരൻ നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്തൊക്കെ ദോഷമുണ്ടെന്ന് പറഞ്ഞാലും വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ദോഷത്തിനൊക്കെ മാറാനുള്ള അല്ലെങ്കിൽ ദോഷത്തിനും കാഠിന്യം കുറയ്ക്കാനുള്ള പരിഹാരങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ആ പരിഹാരങ്ങൾ അങ്ങ് ചെയ്ത് കഴിയുമ്പോൾ ആ ദോഷവശങ്ങളൊന്നും അത്ര വലിയ കാര്യമായിട്ട് നമുക്ക് കൊല്ലേണ്ടത് പുരുകതി തട്ടിലേക്ക് അങ്ങ് മാറിക്കോളും. അപ്പം അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ തന്നെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാനൊക്കെ പറ്റും. നമ്മളിപ്പം ഒത്തിരി ദോഷവശങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പറയുമ്പോഴും
ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അത് വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാലോ, നമ്മൾ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് പരിഹാരമാവും. അപ്പൊ ആ ദോഷവശങ്ങൾ അങ്ങ് മാറും. അതുപോലെ ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്നു, അതുപോലെ എന്റെ കർമ്മഫലം എനിക്ക് കിട്ടും ഉറപ്പാണ് എന്ന് വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുക. അതുപോലെ നമ്മൾ എന്തിനും ആരെയും ദ്രോഹിക്കാതെ അല്ലെങ്കിൽ ആരെയും വിഷമിക്കാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ട് നമ്മൾ അതിന്റെ തെറ്റായിട്ടുള്ള ഫലം അനുഭവിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മോശമായ സമയമാണ് പറഞ്ഞു കാലം. കാരണം നമ്മൾ ചിലപ്പോൾ ചെയ്യണതിന്റെ ഫലം നമുക്ക് തിരിച്ചടിച്ച് വന്നേക്കായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദുഃഖിച്ചിരുന്നിരിക്കാല്ല, നമ്മുടെ കർമ്മഫലമായിരിക്കും നമുക്ക് അനുഭവിക്കുകയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തനം മുന്നോട്ട് പോവാ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതുപോലെ ധനത്തിനൊക്കെ ഒരു കാഠിന്യം കുറവായിരിക്കും, ധനം പറയുന്നത് കുറവായിരിക്കും. ഉന്നതയിൽ നിന്നും അല്ലെ ഉന്നത ആളുകൾ നമ്മുടെ ജോലിയിലെ തലവനിൽ നിന്നൊക്കെ നമുക്കൊരു വരക്ക് അല്ലെങ്കിൽ ഒരു ദേഷ്യ ഭാവങ്ങൾ അല്ലെങ്കിൽ കോപത്തിനൊക്കെ നമ്മൾ ഇടയാവാൻ യോഗമുള്ള സമയം കൂടി ആയിരിക്കും. അതിന് ശ്രദ്ധിക്കാം. അതായത് എല്ലാ കാര്യങ്ങൾക്കും ഒരു പരാജയങ്ങളൊക്കെ നേരിടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതൊന്നും ശ്രദ്ധിക്കുന്നത്. അതുപോലെ ദുഃഖം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ സഞ്ചാര ക്ലേശം ഉണ്ടാകുന്ന സാധ്യതയുള്ള സമയം കൂടിയാണ് മിഥുനമാസം ധനുകൂറുകാർക്ക്. മിഥുനമാസം പറയുന്നത് ജൂലൈ 15 വരെ. അതായത് കർക്കിടക മാസം നോക്കുകയാണെങ്കിൽ ധനുകൂറുകാർക്ക് കർക്കിടക മാസം എങ്ങനെയെന്ന് നോക്കാം. അത് കണ്ണൊന്ന് ശ്രദ്ധിക്കാതെ നേരത്തെ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ പുത്ര ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന യോഗമുണ്ട്. അതുപോലെ തന്നെ തൃപ്തിയില്ലാത്ത എന്ത് ചെയ്താലും ഒരു തൃപ്തി ഉണ്ടാവില്ല നമുക്ക്. അതുപോലെ തന്നെ കലഹങ്ങൾ ഉണ്ടാവുന്നതായി നമുക്ക്. പോലെ അതിന്റെ ജൂലൈ മാസം ഇച്ചിരി കലഹങ്ങളോടൊക്കെ ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു പ്രിയൊക്കെ ഉണ്ടാവുന്ന കാലഘട്ടമായിരിക്കും. നമ്മള് അറിയാതെ അങ്ങ് കലഹിച്ച് പോകും. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, നമുക്ക് മനസ്സിലാക്കുക നമുക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദോഷവശമുണ്ട്, നമ്മളൊന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ച് കഴിഞ്ഞാൽ പറ്റുമോ തന്നെ ചെയ്യാൻ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ തൊഴില് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ പൂർണ്ണമായ ഫലം ലഭിച്ചെന്ന് വരികയില്ല. അതുപോലെ മാതൃസുഖം, സമ്പത്ത്, ബന്ധുക്കൾ സുഖം എല്ലാം കുറയുന്ന കാലഘട്ടമാണ്. അതുപോലെ തന്നെ മനക്ലേശം ഉണ്ടാകുന്ന കാലഘട്ടമായിരിക്കും, ദുഃഖം ഉണ്ടാകുന്ന കാലഘട്ടമായിരിക്കും ജൂലൈ മാസത്തിൽ പൊതുവെ. അതുപോലെ തന്നെ അനുഭവ യോഗം കുറയുന്ന ഒരു കാലഘട്ടമാണ് ജൂലൈ മാസത്തില് ധനുകൂറുകാർക്ക്. അതുപോലെ വിദ്യാഭ്യാസം നേടാൻ യോഗമുണ്ട്, പക്ഷെ അത്ര നല്ല സമയമല്ല. അതിനൊക്കെ ഒരു ചെറിയ മൗഢ്യം അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും. അല്ലെങ്കിൽ ഒരു മടി അല്ലെങ്കിൽ ഒരു ക്ഷീണം അല്ലെങ്കിൽ ഇന്ന് പഠിക്കുന്ന നാളെ പഠിക്കാം എന്നൊക്കെ ഒരു മാറ്റിവെപ്പൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ശരിയായ രീതിയിൽ കാര്യമായി അധ്വാനിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പറയാൻ സന്താന യോഗമൊക്കെ പറയാൻ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ വളവിനേക്കാൾ കൂടുതൽ ചെലവായിരിക്കും ഉണ്ടാവുന്നത്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് അത് വ്യക്തമായിരിക്കും. അതുപോലെ അപവാദങ്ങൾ കേൾക്കാൻ യോഗമുണ്ട്, നല്ല രീതിയിൽ അപവാദം കേൾക്കാൻ യോഗമുണ്ട്, എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ സ്ത്രീ നിമിത്തം നമുക്ക് കുടുംബത്തിൽ കളങ്ങളൊക്കെ ഉണ്ടാവും, യോഗമുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം, അത് വ്യക്തമായിരിക്കും. ശത്രുക്കള് നമുക്ക് സാധാരണ മാസത്തിൽ നിന്നും കുറവായിട്ടായിരിക്കും ജൂലൈ മാസത്തിൽ ഉണ്ടാവുക. ഇന്നത്തെ ഇല്ലാതല്ല പറഞ്ഞാൽ കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ ശത്രുക്കള്. അതുപോലെ മനസ്സറിയാത്ത കാര്യത്തിന് നമ്മൾ ചിലപ്പോൾ ശിക്ഷയ്ക്ക് വിധേയമായിരിക്കാം. അതുകൊണ്ട് നമ്മൾ എല്ലാ ചോറും ശ്രദ്ധിച്ചു നോക്കുക. ധനുകൂലം നന്നായി ശ്രദ്ധ ആവശ്യമായിട്ടുള്ള കാലഘട്ടം കൂടിയാണ്. അതുപോലെ ബന്ധുക്കളായി കളിക്കാൻ യോഗമുണ്ട്. സ്വന്തം സുഖത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നവരായിരിക്കും ധനുകൂലുകാര് ജൂലൈ മാസം. അതുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കുക. സ്വന്തം സുഖത്തെ പോലെ തന്റെ കുടുംബത്തിലെ മറ്റുള്ള സുഖം കൂടി ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരുപോലെയാണെന്ന് തിരിച്ചറിഞ്ഞ ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് അത് ഉത്തമമായിരിക്കും. അതുപോലെ ഞാൻ പറഞ്ഞ സ്ത്രീ വരെ അപവാദങ്ങളൊക്കെ കേൾക്കാൻ ഇടയുണ്ട്, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുന്നത് അത് ഉത്തമമായിരിക്കും. അതുപോലെ ഭാര്യയെ പിരിഞ്ഞ് ജീവിക്കാൻ യോഗമുള്ള സമയം കൂടിയാണ് ധനുകൂലുകാർക്ക് ജൂലൈ മാസം. അതുപോലെ തന്നെ സന്ധ്യഭാഗം ജയിക്കാൻ വേണ്ടി ഏത് രീതിയിൽ അല്ലെ എന്ത് വാശിയും കാണിക്കാൻ യോഗമുള്ള എന്ത് ഭാഷയിലുള്ള കലഹങ്ങളൊക്കെ ഉണ്ടാക്കാൻ യോഗമുള്ള കാലഘട്ടമാണ്. അതുപോലെ അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ അല്ലെ പിടിപെടാനൊക്കെ യോഗമുള്ള സമയമാണ് ധനുകൂലുകാർക്ക്. അപ്പൊ നല്ല ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ നമ്മൾ കർമ്മരംഗത്ത് നിന്ന് കഴിഞ്ഞാൽ കർമ്മരംഗം അത്ര നല്ല സമയമൊന്നുമല്ല. അതുപോലെ തന്നെ കർമ്മരംഗത്ത് നിന്ന് നമുക്ക് അപകടങ്ങൾ അല്ലെങ്കിൽ ചതിയൊക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ധനുമാസം. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി അപമാനമൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ ജോലി സ്ഥലത്ത് നിന്നൊക്കെ ഉണ്ടാകുന്ന സാധ്യത, അതൊക്കെ നമ്മളങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അതുപോലെ വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധ വേണ്ടത് അത്യുത്തമമായിരിക്കും. അപ്പൊ ഇതിനൊക്കെയുള്ള ദോഷപരിഹാരം പറഞ്ഞു. എന്ത് ദോഷമുണ്ടെങ്കിൽ നമ്മളൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം നമ്മൾ ഈശ്വരനിൽ അർപ്പിക്കുക. നമ്മൾ ഈ പറയുന്ന ചെറിയ പരിപാടികളാണ്. ചെറിയ പരിപാടികൾ ചെയ്തു കഴിയുമ്പോൾ ആ ദോഷങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്നതായിട്ട് ചീത്തവും നല്ലതും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാം ഒരു വ്യക്തി എല്ലാം അറിഞ്ഞിരിക്കുക. നമ്മുടെ നല്ല വശവും നമ്മുടെ ചീത്ത വശവും എല്ലാം നാം അറിഞ്ഞിരിക്കുക മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ. നമ്മുടെ കുറവ് എന്താണെന്നും നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ അത്യുത്തമമായിരിക്കും.
മനസ്സിലായോ? അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ തന്നെയാണത്. അപ്പൊ നാം എന്താണ് അറിയണം, നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നാം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരു രക്ഷ നേടാൻ പറ്റുമല്ലേ, അല്ലെങ്കിൽ അതിൽ നിന്നും നമുക്കൊരു പ്രിവെൻഷൻ നേടാൻ പറ്റും. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുക, നമ്മൾ നോക്കുമ്പോൾ നിന്നൊക്കെ ജീവിതത്തിൽ വിജയിക്കാൻ തന്നെ പറ്റും. നമ്മൾ ഈശ്വരനെ മുറുക്കി പിടിക്കുക, നമ്മുടെ കർമ്മഫലം എന്തായാലും നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ വഴിപാടുകൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയംവര ഹോമം നടത്തുന്നത് ഉത്തമമായിരിക്കും. വിവാഹമൊക്കെ നടക്കാത്തവർക്ക്, അല്ലെങ്കിൽ വിവാഹം നടക്കുന്നതൊക്കെ ജൂലൈ മാസം തന്നെ വിവാഹം നടക്കാത്ത 4 സംബന്ധിച്ച് വിവാഹം നടക്കാത്തവർക്ക് സ്വയംവര ഹോമം നടത്തുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ ഐക്യമത്യ ഹോമം നടത്തുന്നത് അതി ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ശ്രീ വിദ്യാമന്ത്രാർച്ചന ഉത്തമമായിട്ടുള്ള കാര്യമാണ്. വിദ്യക്കൊക്കെ ഉയർച്ച ഉണ്ടാകാൻ, ആ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറാൻ, ആ മുട്ടൊന്ന് മാറാൻ വേണ്ടിയാണ് ശ്രീ വിദ്യാമന്ത്ര അർച്ചന ചെയ്യുന്നത്. ഇനിയിപ്പോ അതറിയത്തില്ലെങ്കിൽ വിദ്യാമുട്ട ചെയ്യുമെങ്കിലും അത് ഉത്തമമായിരിക്കും. ആ വിദ്യക്ക് വന്നേക്കുന്ന തടസ്സങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടും. എന്നാലും അതിന് ഇച്ചിരി ഉത്തമമായിട്ട് പറയാൻ പറ്റുന്നത് ശ്രീ വിദ്യ മന്ത്ര അർച്ചനയാണ് അതിയുത്തമമായിട്ട് പറയുന്നത് കേട്ടോ. അതൊക്കെ നടത്തിയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പൊതുവായിട്ട് ജൂലൈ മാസത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ ഈ പരിപാടികളെല്ലാം നമുക്ക് ചിലപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റൂഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതും ചെയ്യും. അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ദൈവാലികളൊക്കെ ഉണ്ടാകും. അതായത് 2 നേരം സഹസ്രനാമൊക്കെ ജപിക്കാം, 2 നേരം ജപിക്കാം, ജപിക്കുന്നവരാണെങ്കിൽ ജപിക്കാം. അത് ഉത്തമമാണ്. ഒരു വ്യാഴാഴ്ച ദിവസം ഇവിടെ നിർബന്ധമായ സഹസ്രനാമ ജപം, വിഷ്ണു സഹസ്രനാമം ഉണ്ടാവുന്നു, അത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നീരാഞ്ജനം കത്തിക്കുന്നതൊക്കെ അത് ഉത്തമമാണ്. അതുപോലെ തന്നെ ശനിയെ പ്രതിപ്പെടുത്തുന്ന കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു, അത് ഉത്തമമായ കാര്യമായിരിക്കും. ശനി പ്രതിപ്പെട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തന്നെ ജീവിതം മുന്നോട്ട് പോകാൻ ജൂലൈ മാസത്തിൽ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും. അതുപോലെ വിഷ്ണുവിന് പാൽപായസം നൽകുന്നു, അത് ഉത്തമമാണ്. അതിൽ കൃഷ്ണന് തൃക്കൈ വെള്ളം നൽകുന്നു, അത് ഉത്തമമാണ്. കൃഷ്ണന് തുളസിമാല നൽകുന്നു, അത് ഉത്തമമായിട്ട് കാര്യമാണ്. അതുപോലെ ഭദ്രകാളിക ക്ഷേത്രത്തിൽ ചെന്ന് നമുക്ക് ഒരു ചെമ്പഴത്തി മാല, ചെത്തിമാല സമർപ്പിക്കുന്നു, അത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ നെയ്വിളക്ക് കത്തിക്കുന്നു, അത് ഉത്തമമായ കാലഘട്ടമായിരിക്കും. ധന കൂറുകാർക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ഈ 3 കൂറുകാരാണ് ഇടുന്നുള്ളൂ. കാരണം നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ 30 മിനിറ്റ് ആണ് അല്ലെങ്കിൽ 25 മിനിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് കൂടുതൽ കയറി പോകണുണ്ട് വീഡിയോ. അതുകൊണ്ടാണ് നമ്മൾ 3 കൂറായിട്ട് ഇടുന്നത്. അപ്പൊ നാളത്തെ ഒരു വീഡിയോ കൊണ്ട് നമ്മുടെ ജൂലൈ മാസ ഫലം സമ്പൂർണ്ണമാകുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ മുമ്പിലത്തെ കൂറുകാരൊന്നും കാണാത്തവരെ മുമ്പിലത്തെ വീഡിയോ ഒന്ന് കാണുക. അതുപോലെ തന്നെ നമ്മളെ നാളെ ഇടാൻ പോകുന്ന വീഡിയോയില് നിങ്ങളുടെ കൂറുവേണ്ടി നാളത്തെ വീഡിയോ നിർബന്ധം വിഷമിക്കണം. വീഡിയോ ഓരോ കൂറുകാരും എന്തൊക്കെ ദോഷമുണ്ടെന്ന് പറഞ്ഞാലും വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ പറഞ്ഞ ആ ചെറിയ പരിപാടികളേ ഉള്ളൂ. ആ ചെറിയ പരിപാടികൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പം അതിനൊക്കെ ആ ദോഷത്തിന് ഒരു പരിഹാരം അല്ലെങ്കിൽ ശമനമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. പൊതുവെ നല്ലതാണ്. അതൊരു ഏത് കൂറുകാർക്കും ഈ ജൂലൈ മാസമായാലും ഏത് മാസമായാലും സഹസ്രനാമം ജപിക്കുന്നു, അത് ഉത്തമമായിരിക്കും. ആ ഫലപ്രദാനമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഓരോ വ്രതത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാന്നൊക്കെ ഞാൻ വിശകലനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആഴ്ച വ്രതത്തിന് എന്താണ് പ്രധാനമായിട്ട് പറഞ്ഞത്, അത് കഴിഞ്ഞ് ഞാൻ വ്രതം എന്താണ് പ്രധാനമായിട്ട് പറഞ്ഞത്, അതുപോലെ കാന്തി വ്രതം, അതുപോലെ ഹരിപഞ്ചമാരാധവിധം, അതൊക്കെ എന്താണ് പറഞ്ഞത് കാണാത്തവർ ധാരാളം ഡിസ്കഷൻ അതിന്റെ ലിങ്ക് ഇട്ടേക്കാം, അത് പോയി കാണുക. കാരണം വ്രതങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം, ഫലസിദ്ധി ഉണ്ടാവുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ. കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫലസിദ്ധി ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ വ്രതം ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു എന്ന് ഓർത്ത് ആരും നിർബന്ധമായി ചെയ്യാൻ ആരോട് ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞല്ലോ, വ്രതം എടുക്കുമ്പോൾ ചെയ്യേണ്ട രീതിയിൽ എടുക്കണം, ഫലസിദ്ധി ലഭിക്കുന്ന രീതിയിൽ ചെയ്യണം, അല്ലെങ്കിൽ അത് എടുക്കില്ല. അതാണ് എന്റെ പോളിസി. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. എല്ലാവരോടും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അതുപോലെ തൊട്ടടുത്ത് പറഞ്ഞ ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് ഞെക്കി വരിക. നമ്മൾ വരുന്ന വീഡിയോ അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും നെയ്ബേഴ്സിനും എല്ലാം ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ അറിയപ്പെടുത്തുക. അപ്പൊ നമുക്ക് ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.